ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി പഴംപൊരിയാണ് കേട്ടോ. ഇനി എത്ര തന്നെ സ്നാക്സ് വന്നാലും പഴംപൊരീൻ്റെ തട്ട് താണന്നിരിക്കും. നല്ല ചൂട് ചായയും ക്രിസ്പി പഴംപൊരിയും നല്ലൊരു ഫീലായിരിക്കും അല്ലേ. അപ്പോൾ ഈ ക്രിസ്പി പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി മൈദപ്പൊടിയാണ് എടുക്കുന്നത്, പിന്നെ പച്ചരിയും. ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3/4 കപ്പോളം മൈദ മാവും കൂടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പഴത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചരി നല്ല ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റായിട്ട് വേണം അരക്കാൻ. അരി മുങ്ങുന്ന വെള്ളമൊന്നും എടുക്കണ്ട കേട്ടോ. അരിൻ്റെ കുറച്ച് താഴെയുള്ള വെള്ളം എടുത്ത് നന്നായി പേസ്റ്റാക്കി അരക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്തെടുക്കുക. അരി അരക്കുന്ന സമയത്ത് ജീരകം ചേർക്കാൻ പാടില്ല. പച്ചരി നന്നായി അരഞ്ഞ് വന്നതിന് ശേഷം വലിയ ജീരകം ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ജീരകം വല്ലാണ്ട് അരഞ്ഞു പോവറ്, ജസ്റ്റ് ഒന്നത് കാണാനുണ്ടാവണം കേട്ടോ പഴംപൊരീൻ്റെ പുറത്ത്. അപ്പം മൈദമാവ് വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ ലൂസ് ബാറ്റർ ഉണ്ടാക്കുന്ന, പച്ചരിൻ്റെ മിക്സ് ചേർത്തിട്ടാണ് മൈദമാവ് ബാറ്റർ ഉണ്ടാക്കുന്നത്. അതാണ് ഈ പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മൈദമാവിലേക്ക് നമ്മൾ ഈ ജീരകത്തിൻ്റെയും പച്ചരിൻ്റെയും മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും പച്ചരിൻ്റെ കൂടെ അരക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. എന്നാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും പഴംപൊരിക്ക്. ഇപ്പോൾ ജീരകം ഇട്ടാൽ തന്നെ പ്രത്യേക ഒരു ഫ്ലേവറാണ്. പിന്നെ ഇതിൻ്റെ ബാറ്റർ സാധാ പഴംപൊരി പോലെ തിക്നെസ് ഉണ്ടാവാൻ പാടില്ല, എന്നാലൊട്ടും ലൂസാവാനും പാടില്ല. രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിൻ്റെ ബാറ്റർ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ബാറ്റർ കുറച്ച് ലൂസായ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായ കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പഴംപൊരിക്കെല്ലാം വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ നന്നായി എണ്ണ ചൂടാകാൻ വെക്കാം. നന്നായി കാഞ്ഞ എണ്ണയിലോട്ട് വേണം പഴംപൊരി ഇട്ട് കൊടുക്കാൻ, എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പിനെസ് കിട്ടൂ. അപ്പോൾ ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിലോട്ട് പഴം ഒന്ന് കോട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നന്നായി തിളച്ച എണ്ണയിലോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കാം. പഴം ബാറ്ററിൽ കോട്ട് ചെയ്ത് അതിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആക്കാൻ തന്നെ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ക്രിസ്പിനെസ് ഉണ്ടാവൂ. പിന്നെ നിങ്ങൾക്ക് ബാറ്ററിലോട്ട് കളറിന് വേണ്ടി ഫുഡ് കളറോ യെല്ലോ കളറോ അല്ലെങ്കിൽ മഞ്ഞളോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ചിട്ടെടുക്കുക, ഓരോന്നായി ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നന്നായി മൊരിഞ്ഞിട്ട് വേണം ഇത് എടുത്തു മാറ്റാൻ. അപ്പോൾ നല്ല ക്രിസ്പിനെസ്സോട് കൂടിയ അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ മൈദപ്പൊടി മാത്രം ചേർത്താക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പച്ചരിയും ജീരകമെല്ലാം ചേർത്താക്കിയൊക്കെ നല്ല ചൂട് ചായക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ, അസ്സലാമു അലൈക്കും.